രാവിലെ 9:40 ശേഷം ഇവിടുന്ന് മൊമെന്റ് ആരും പുറത്തു വിട്ടു. ഒരു ഡ്യൂട്ടി ചെയ്തിട്ടുണ്ടെന്നാണ്. ഇന്നലെ ഒരു ശവസംസ്കാരം നടന്നത് മൊബൈൽ ടോർച്ചിൻ്റെ വെളിച്ചത്തിലും ചൂട്ട് കത്തിച്ചു പിടിച്ചും പന്തം കൊളുത്തിയുമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതും നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ. ഇളമാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വാളിയോട് ജേക്കബ്, വൈസ് പ്രസിഡന്റ് ശ്രീമതി കോമളകുമാരി അമ്മ, ഉണ്ണി മെമ്പർ, അതുപോലെ തന്നെ കാറാളികുണം വാർഡ് മെമ്പറായ ശ്രീ ഐ മുഹമ്മദ് റഷീദ് ഉൾപ്പെടെയുള്ള ഇളമാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയിലുള്ള മുഴുവൻ അംഗങ്ങളും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേർ രാത്രി 10 മണി മുതൽ KSEB ഓഫീസിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. ആയൂർ ഉൾപ്പെടെയുള്ള KSEBയിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സംവിധാനങ്ങൾ ഉള്ളപ്പോഴും പലപ്പോഴും KSEBയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വിളിച്ചു പറയാൻ KSEBയിൽ ബന്ധപ്പെട്ടാൽ ടെലഫോണിൽ ബീപ്പ് ശബ്ദമല്ലാതെ മറ്റൊന്നും കേൾക്കാൻ കഴിയാറില്ല. ഒരു പക്ഷേ അബദ്ധത്തിൽ ഫോണൊന്നെടുത്താൽ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞാലും മണിക്കൂറുകൾ കാത്തിരിക്കേണ്ടി വരുന്ന അവസ്ഥയും ആയൂർ KSEBയിൽ ഉണ്ടാകാറുണ്ട്. ഇന്നലെ മൊബൈൽ ടോർച്ചിൻ്റെ വെളിച്ചത്തിലും ചൂട്ട് കത്തിച്ചു പിടിച്ചും മെഴുകുതിരി കത്തിച്ചും പന്തം കൊളുത്തിയുമൊക്കെ ശവസംസ്കാരം നടന്നതിനെക്കുറിച്ച് ശ്രീ വാളിയോട് ജേക്കബ് സംസാരിക്കുന്നു. ഇളമാട് പഞ്ചായത്തിലെ അമ്പലമുക്ക് ആക്കപ്പൊയ്യ കോളനിയിലുള്ള അപ്പുക്കുട്ടൻ എന്ന് പറയുന്ന വേട്ട സമുദായത്തിൽപ്പെട്ടയാൾ മരണപ്പെട്ടു. ഇയാളുടെ മരണത്തെ തുടർന്ന് 5 മണി മുതൽ വൈദ്യുതി തകരാറിലായി. ആ വാർഡ് മെമ്പറും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായ കോമളകുമാരിയമ്മ ഇലക്ട്രിസിറ്റി ഓഫീസിൽ ഔദ്യോഗികമായി വിളിച്ച് വിവരം അറിയിച്ചു. തൊട്ട് ചേർന്നുള്ള വാർഡിലെ മെമ്പറും ഇയാളുടെ ബന്ധുവുമായ ഉണ്ണി എന്ന് പറയുന്ന പട്ടികജാതി മെമ്പർ ഇലക്ട്രിസിറ്റി ഓഫീസിൽ വിവരം അറിയിക്കുകയുണ്ടായി. എന്നാൽ സപ്ലൈ കിട്ടാത്ത സാഹചര്യത്തിൽ 8:30 മണിക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ തന്നെ വിളിച്ചപ്പോഴും നിഷേധാത്മകമായ മറുപടിയാണ് ഉണ്ടായത്. തുടർന്ന് ഇലക്ട്രിസിറ്റി ഓഫീസിലെത്തി ഞങ്ങളെല്ലാം കൂടി സപ്ലൈ കൊടുക്കണം ഡിമാൻഡ് ചെയ്തു. വിസിറ്റേഴ്സിന്റെ ഗാലറിയിൽ ഞങ്ങൾ കുത്തിയിരുന്നു. പക്ഷേ 11 മണിയായിട്ട് ഈ നിമിഷം വരെയും അവിടെ സപ്ലൈ കൊടുത്തിട്ടില്ല. വളരെ ദയനീയമായ സാഹചര്യത്തിൽ സപ്ലൈ ഇല്ലാത്ത സാഹചര്യത്തിൽ ആ പാവപ്പെട്ടവരെ ചൂട്ട് കത്തിച്ചും അതോടൊപ്പം തന്നെ മൊബൈലിന്റെ വെളിച്ചത്തിലുമാണ് ശവസംസ്കാര ചടങ്ങുകൾ നടത്തിയത്. ഒരിക്കലും ഇത് സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. നമ്മുടെ കേരളത്തിന് തന്നെ അപമാനകരമായ ഒരു സംഭവമാണ്. അത് ഇനി ഒരിക്കലും ആവർത്തിക്കരുതെന്ന് മാത്രമേ അവസരത്തിൽ പറയാൻ. കേരള സംസ്ഥാനത്തിന് തന്നെ അപമാനകരമായിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഇളമാട് ഗ്രാമപഞ്ചായത്ത് പരിധിയിൽപ്പെട്ട ഈ സ്ഥലത്ത് നടന്നിട്ടുള്ളത് എന്നാണ് ഇളമാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വാളിയോട് ജേക്കബ് പറഞ്ഞത്. എന്തായാലും അതുതന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. ഈ ടച്ച് വെട്ടിൻ്റെ പേരിലും അതുപോലെ തന്നെ ലൈൻ വലിച്ചു കെട്ടുന്നതിൻ്റെ പേരിലുമൊക്കെ ദിവസങ്ങളോളം നമ്മുടെ നാടുകളിലൊക്കെ കറണ്ട് വിച്ഛേദിക്കപ്പെടുകയും വളരെ ബുദ്ധിമുട്ട് ഞങ്ങൾ അനുഭവിക്കുകയും ചെയ്താൽ പോലും ഞങ്ങൾ ആരും പ്രതികരിക്കാറില്ല. കാരണം കറണ്ട് പിന്നീടുള്ള സമയങ്ങളിൽ എപ്പോഴും കൃത്യമായി കിട്ടും എന്ന ഒരു ധാരണയാണ് നമുക്കുള്ളത്. ആ ധാരണകളൊക്കെ തെറ്റിച്ചുകൊണ്ട് തന്നെ പലപ്പോഴും ഒരു ചെറിയ മഴയോ കാറ്റോ വന്നാൽ നമ്മുടെ ഈ പ്രദേശങ്ങളിലൊക്കെ കറണ്ട് പോകുന്ന അവസ്ഥയാണ് ഇപ്പോൾ. വലിയ രീതിയിലുള്ള മുൻകരുതലുകൾ KSEB എടുത്തിട്ട് പോലും എന്തുകൊണ്ടാണ് ഈ കറണ്ട് ഈ ചെറിയ മഴയും കാറ്റും ഒക്കെ വരുമ്പോൾ പോകുന്നത് എന്ന് പഠിച്ചു മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ KSEB തയ്യാറാകണം എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു.